ഹലോ ഗായ്സ്, അപ്പം നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചക്കയുടെ കുറേ വിഭവങ്ങളായിട്ടുള്ള ചക്കപ്പുഴുക്കും മീൻകറിയൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ. പിന്നെന്താ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ 2 ചക്ക കൊണ്ടുവന്നു, ഒരു ചക്ക പഴുത്ത്. അപ്പം ഞാനോർത്ത് ചക്ക വരട്ടി വെക്കാമെന്ന് ഓർത്തു. ചക്ക വരട്ടെന്നും ചിലർ ചക്ക ഹൽവ പോലെ വെക്കും, അട ഉണ്ടാക്കാൻ എടുക്കും, കുഞ്ഞുങ്ങൾക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാനും ഒക്കെ ഉണ്ടാക്കുന്നൊരു വിഭവമായിട്ട് ചക്ക വരട്ടെന്നും പറഞ്ഞ് ഒന്ന് കണ്ടു നോക്കുക, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഞാനുണ്ടാക്കിയ കുഞ്ഞിക്കിളി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കുക്കറും അങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാനും ഒക്കെയാണ് യൂസ് ചെയ്തത്. ഒന്ന് കണ്ടു നോക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല കുഞ്ഞിക്കിളി എൻ്റെ അടുത്തുനിന്ന് മാറുന്നതേ ഇല്ല, നോക്കിക്കൊണ്ടേ ഇരിക്കും. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം കുഞ്ഞിക്കിളിക്ക് മനസ്സിലായി എന്തോ ഉണ്ടാക്കുവാണെന്ന്. അത് നല്ല ഒന്നാന്തരം വരിക്ക് ചക്കയായിരുന്നു കേട്ടോ. ഭയങ്കര മധുരമായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും കുഞ്ഞിക്കിളി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അവൾക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പഴുത്ത ചക്ക അപ്പുറം ഞങ്ങളുടെ ഹൗസ് ഓണറും അങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് കൊടുത്തേ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കണേ. പെട്ടെന്ന് കാണിക്കുന്നത് ടൈം ഇത് കളയണ്ടെന്ന് വെച്ചിട്ടാണേ. എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കും. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആൻറ്റിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചൊരു ഇതുള്ളതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. എൻ്റെ ടെസ്റ്റർ കുഞ്ഞിക്കിളിയും ചേട്ടായിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കുഞ്ഞിക്കിളിയും ചേട്ടായി ഇതെല്ലാം കണ്ടുപിടിക്കുക. ചേട്ടായിയാണ് വീഡിയോ പിടിക്കുന്നത്, കുഞ്ഞിക്കിളി കയ്യിലുണ്ട്. അതാണ് ഇടയ്ക്കൊക്കെ വീഡിയോയ്ക്ക് അത്ര ഭംഗി വരത്തില്ല. കുഞ്ഞിക്കിളി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക, എങ്ങനെയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മധുരം ഉണ്ടെന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ കുഞ്ഞിക്കിളി അതിനിടയ്ക്ക് ഓടി ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അടുക്കളയൊക്കെ ഇതായിട്ട് കിടക്കുക. ഇതറിയാമോ, എല്ലാം അടുക്കി വെക്കുക. ഈ ചക്കയുടെ പുറകെ പോകുന്നതുകൊണ്ട് അടുക്കി വെച്ചില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇതിനകത്ത് ഇടുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ ജീരകവും ഏലക്കയൊക്കെ സ്മെല്ലിന് വേണ്ടി ചേർത്ത്, പിന്നെ നല്ല നെയ്യ് ഇരിപ്പുണ്ട്, നെയ്യൊക്കെ ചേർത്ത് വരട്ടിയെടുത്തു. എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്തൊരു വിഭവമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഇനി കുറച്ച് 2 ദിവസം ചക്ക പഴുത്ത ചക്ക കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഗവേഷണത്തിലാണ്.